ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു എഗ്ലെസ് കേക്കാണ് കേട്ടോ ചെയ്യാനുള്ളത്. എഗ്ലെസ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ഇതാണ്. നമ്മളിതിൽ കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് മാറ്റിയും കൂട്ടിയും കുറച്ചും ഒക്കെ ആയിട്ട് അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇതാണ്. ഇതിന് മുന്നേ കിട്ടുന്ന സമയത്ത് കുഴപ്പമില്ല, അത്യാവശ്യം ഹൈറ്റിനൊക്കെ നമുക്ക് കേക്ക് കിട്ടും, പക്ഷേ ഒരു സ്റ്റിക്നെസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയ ഈ കേക്കിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒട്ടും തന്നെ സ്റ്റിക്നെസ് ഉണ്ടായിട്ടില്ല. നമ്മൾ സാധാരണ മുട്ട ചേർത്തുള്ള കേക്ക് ചെയ്യണ പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് ചെയ്തിട്ടുള്ളൊരു 1 kg കേക്കാണ്. 1 kg കേക്ക് നമ്മൾ 7 ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 പാനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പാനിലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടും, പിന്നെ ബേക്കിംഗ് ടൈമും കുറവായിരിക്കുമേ. ഇനി നമുക്ക് കേക്ക് ഇവിടെ ലെയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് ക്രാക്സ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കേക്കിൻ്റെ ടോപ്പ് പോർഷനുള്ള കുറച്ച് സ്കിൻ ഉണ്ടല്ലോ കേക്കിൻ്റെ, അത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഐസിങ് ചെയ്യുവാണ്. അപ്പോൾ കേക്കിലേക്ക് ആവശ്യമുള്ള ഷുഗർ സിറപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ആവശ്യമുള്ള വിപ്പിംഗ് ക്രീമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിംഗ് ആയിട്ട് ഞാൻ ഗനാഷാണ് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗനാഷ് കൊടുക്കുന്ന സമയത്താണ് എനിക്കത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്, അത് ഞാൻ ഗനാഷ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ലെയറെല്ലാം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി എഗ്ഗ് ചേർന്ന കേക്ക് പോലെയല്ല കേട്ടോ, ഇതിൽ കുറച്ച് ടൈം എടുക്കും അതൊന്ന് അബ്സോർബ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ നമ്മളതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ കേക്കിൻ്റെ ടോപ്പ് പോർഷനിലും കൂടെ കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ചെയ്താൽ മതിയാവും. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഞാനിപ്പോൾ എന്തായാലും ഫിനിഷിംഗ് കോട്ടും കൂടെ ചെയ്യുവാണ്. അതിനുശേഷം നമ്മളിവിടെ കേക്കിൻ്റെ ബേസ് നന്നായിട്ടൊന്ന് നീറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെയുള്ള ക്രംസ് എല്ലാം നമ്മൾ അടുത്ത് കേക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ആവും, നമുക്കൊരു ഫിനിഷിംഗ് കിട്ടത്തില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ബാലൻസിൻ്റെ ക്രീമിലായിട്ട് എയർ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് അതിൻ്റെ ക്രീം നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഫിനിഷിംഗ് കോട്ട് കൊടുക്കുവാണ്. കേക്കിൻ്റെ ടോപ്പിലും സൈഡ്സിലും നമ്മൾ ആവശ്യമുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കൂടുതലുള്ളതാണെങ്കിൽ തോന്നുന്നതാണ്, നമ്മളത് വൈപ്പ് ഔട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആയിക്കോളും. അത് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള കാർഡോ എന്തെങ്കിലും വെച്ച് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഓപ്പോഷൻ നമുക്ക് നന്നായിട്ടൊന്ന് ഷാർപ്പ് ചെയ്തെടുക്കാവേ. ഈ കേക്കിൽ ഷാർപ്പ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പ പരിപാടിയല്ല, കുറച്ച് ടൈം എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കേക്കിന് ചുറ്റും കുറച്ചുകൂടെ ഒന്ന് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ഉള്ള ഷാർപ്പ് എഡ്ജ് കിട്ടും. പിന്നെ ഈ കേക്കിൽ എനിക്ക് ടോപ്പ് പോർഷൻ അത്രത്തോളം ഫിനിഷ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല, കാരണം ഞാനിതിൽ ഗനാഷ് ട്രിപ്പിങ്ങാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. എങ്കിലും അത്യാവശ്യം ഞാൻ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഷാർപ്പ് എഡ്ജ് ചെയ്തിട്ടെല്ലാം എടുത്ത് കേക്ക് ഫിനിഷിംഗ് കോട്ട് കൊടുത്ത ശേഷം ഫ്രിഡ്ജിലൊരു മിനിമം ഒരു 1 അവറെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഗനാഷ് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാനിവിടെ ഡയറക്റ്റ് തന്നെ കൊടുക്കുവാണ്. അത്യാവശ്യം അങ്ങനെ ഡയറക്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടുതലിപ്പം ഒരുമിച്ച് തന്നെ അങ്ങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യലാണ് പതിവ്. ഗനാഷ് കൊടുത്തു കഴിഞ്ഞാൽ കേക്കിൽ മിനിമം ഒരു 2-3 ഹവേഴ്സെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കസ്റ്റമറിന് അത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ പ്രോസസ്സിങ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ബോർഡ് നന്നായിട്ടൊന്ന് നീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കേക്കിലോട്ട് ഗനാഷ് ട്രിപ്പിങ്ങാണ് കൊടുക്കേണ്ടത്. കേക്ക് ബോർഡ് ഞാൻ നന്നായിട്ട് നീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗനാഷ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗനാഷ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്കിൻ്റെ ടോപ്പിലേക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കേക്കിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഗനാഷ് എത്തുന്ന രീതിക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. ഇന്ന് ടോപ്പ് പോർഷനിലായിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തൊരു ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫിനിഷിംഗ് വർക്ക്സാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഞാൻ കേക്കിലോട്ട് റൈറ്റിങ്സ് കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അമ്മൂസ് എന്നാണ് എഴുതാനുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ എഴുതി കൊടുക്കുവാണ്. വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഏറ്റവും സ്മൂത്തായിട്ട് എഴുതാനായിട്ട് പറ്റുന്നത്. പിന്നെ ഫോണ്ടന്റ് ഷീറ്റിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ അതിനുശേഷം കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. വേഫർ റോൾസും ഡയറി മിൽക്കിൻ്റെ ഷോർട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു നോസിൽ വർക്ക് കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. ഇത്രയെല്ലാം വർക്ക് ചെയ്താലും കേക്ക് ഫിനിഷ് ചെയ്ത് നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഞാൻ ഇതിൽ വീണ്ടും വരുത്താറുണ്ട്. സ്ഥിരം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നും അത് തന്നെയാണ്. നമ്മൾ ഗ്രീനിൽ കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ എടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ കേക്ക് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ
അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്